Hi all. Hi from this messy mom. Messy as always. അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് വേറൊന്നുമില്ല. എൻ്റെ സിസ്റ്റർ, ദാറ്റ് ഇസ് മൈ സിസ്റ്റർ ഇൻ ലോ, എനിക്ക് വേണ്ടി ഐ ടോൾഡ് ഹെർ എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. എനിക്ക് എന്തായാലും ഹെയർ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും നിനക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു. ബിക്കോസ് അവൾ കുറേ ഇങ്ങനെ ഓൺലൈനിലൊക്കെ കുത്തി ഓരോ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഹെയർ കെയർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അവൾ എടുത്ത് തപ്പി കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാറുള്ളതാണ്. സോ അങ്ങനെയാണ് അവൾ കോട്ടക്കലിൽ എന്തോ ആവശ്യത്തിന് പോയപ്പോൾ ഷി ജസ്റ്റ് സ്പോക്ക് ദി ഡോക്ടർ ഡയറക്ട്ലി. അവിടെ സംസാരിച്ചു, എൻ്റെ കണ്ടീഷൻ അവരോട് സംസാരിച്ചു. ദെൻ ദി ഡോക്ടർ സജസ്റ്റഡ് ആൻ ഓയിൽ. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഷോ ദാറ്റ് ഓയിൽ ടു യു ഗൈസ്. നത്തിങ്, എന്തായാലും പ്രൊമോഷനോ പെയ്ഡോ ഒന്നുമല്ല. ജസ്റ്റ് മൈ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒന്നും കൂടി പറയാം, അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്നും പറയാം. ഇത് തേച്ചതിന് ശേഷം എൻ്റെ കൂടി എന്താവുന്നുള്ളതിൻ്റെ അപ്ഡേഷനും ഞാൻ തരും. സോ ഇതാണ് ആ ഓയിൽ. ഇതിൻ്റെ എന്തായാലും ഞാൻ ഫോട്ടോ വേണം, ആരെങ്കിലും ഇതിൻ്റെ പേര് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോ ഇറ്റ് ടു യു. സോ ദിസ് ദ ഓയിൽ. ഇതിന് പ്രത്യേകിച്ച് യൂസേജ് ഡയറക്ഷൻസ് ഒന്നുമില്ല. നോർമലി നമ്മൾ ഓയിലിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എന്തായാലും ഇതിനൊരു പ്രത്യേക, ഞാൻ ഇതിനെ സീൽ പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഐ ഹാവൻ യൂസ്ഡ് ഇറ്റ്. ദ ഫസ്റ്റ് ടൈം അങ്ങനെ യൂസ് ഇറ്റ്. ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. സോ ഒബ്വിയസ്ലി ഐ എം നോട്ട് ഗോയിങ് ടു കീപ് ഇറ്റ് മോർ ദാൻ എ ഡേ. സോ ബേസിക്കലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിംഗ് ചെയ്യുന്നത്, ഓയിൽ ചെയ്ത ഉടനെ ഐ ഡോണ്ട് വാഷ് മൈ ഹെയർ. സോ ഇന്ന് ഓയിൽ ചെയ്തിട്ട് ടുമോറോ ഐ ബി വാഷിംഗ് ഇറ്റ്. So yes, this is going to be my day 1. I'm going to use it. Let's see 1 month എന്തെങ്കിലും റിസൾട്ട് വരുമെന്ന്. I will be posting the result as well. ഓക്കെ, എനിക്ക് കുറേ DMs വന്നിട്ടുണ്ട് ഓയിലിംഗ് എല്ലാം ഇത്രയും ലോങ് ഹെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഓഫ് ഈ വീഡിയോയിൽ എന്തായാലും എൻ്റെ ഓയിലിംഗ് പ്രോസസ്സ് എനിക്ക് പറ്റാവുന്ന രീതിക്ക് കാണിച്ചു തരാം. ഇറ്റ്സ് വെരി ടഫ്. വീഡിയോയിലൂടെ എങ്ങനെയാണ് കാണിക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. സോ ബിഫോർ ഓയിലിംഗ്, അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി 2 days ബാക്ക് ഷാംപൂ ചെയ്ത ഹെയറാണ്. ഏകദേശം നല്ല രീതിക്ക് മെസ്സേജ് ആയിട്ടുണ്ട്. യെസ്. സോ നത്തിങ്, ഫസ്റ്റ് തിങ് ഇസ് ഡീടാംഗ്ലിംഗ്. വെരി ലോങ് പ്രോസസ്, സീരിയസ്ലി വെരി ലോങ് പ്രോസസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബോട്ട് വൈറ്റ് എന്താ പറയുക, പല്ലുള്ള കോമ്പാണ്. ബിക്കോസ് ദിസ് ഇസ് ദി ഈസിയസ്റ്റ് വേ ടു ഡീടാംഗിൾ മൈ ഹെയർ. സോ നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുക. സോ ലെറ്റ്സ് ഡീടാംഗിൾ ഇറ്റ്. പറ്റാവുന്ന രീതിക്ക് ഡീടാംഗിൾ ചെയ്തിട്ടുണ്ട്. ഡീടാംഗിൾ ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയത് ഈ ഹെയറാണ്. ഇതല്ല, ചില സമയത്ത് എൻ്റെ ഹെയർ എന്നെ കണ്ട് പറ്റിക്കുന്ന പറയുന്ന പോലെയാണ്. ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ വരുമ്പോൾ ദിസ് ഇസ് നോർമൽ, ദിസ് ഇസ് നോട്ട് ഹെയർ ഫോൾ, ദിസ് ഇസ് നോർമൽ. ഇത്രയും ഹെയർ ഉള്ളതുകൊണ്ട് ഇത്രയൊക്കെ മുടി പോകും. പക്ഷേ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ഹെയർ എന്നെ പറ്റിച്ചെന്ന് ഞാൻ അടുത്താണ് മുടി ചെയ്ത് മുടി ഒറ്റ ഹെയർ എന്ന് വരുന്നു. അപ്പം അങ്ങനെ ഡീടാംഗിൾ ചെയ്തെടുത്തു. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഓയിൽ ചെയ്യുന്ന സമയത്ത് മെല്ലില്ല ഓയിലിംഗ് കൊടുക്കുമ്പോൾ മുടി ഒന്നും കൂടിയും ലൂസാവും. കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മുടി ലൂസാവും. അപ്പോൾ ലൂസാവും തോറും നമ്മൾ മെല്ലെ കൈ കൊണ്ട് ഇത്ര മുടി എടുത്തെടുത്ത് അതിനെ ഇങ്ങനെ ഡീടാംഗിൾ ചെയ്യുമ്പോൾ ഇതുണ്ട്. എൻ്റെ കയ്യിൽ അനാവശ്യമായിട്ട് കുറേ മറ്റേ പൊട്ടി കിടക്കുന്ന മുടികൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് കാണാൻ കേട്ടോ, ഇല്ല അധികം മുടികൾ എനിക്കിങ്ങനെ പൊട്ടി ഇങ്ങനെ കുറേ പേർക്ക് കണ്ടില്ല. നമ്മളിങ്ങനെ പൊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പിട്ടിട്ട് ഒരുപാടിട്ട് ഞാനിങ്ങനെ അങ്ങനെ എൻ്റെ മുടിനെ ഇട്ട് വലിക്കില്ല. അങ്ങനെ വലിക്കുന്ന സമയത്താണ് കൂടുതൽ മുടി പൊട്ടുക. മുടി നമുക്ക് പൊഴിയുന്ന മുടികൾ നമ്മുടെ റൂട്ട്സ് നിന്ന് അങ്ങനെ പോവുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അധികം പ്രോബ്ലംസ് വരില്ല. പക്ഷെ നമ്മളിട്ട് ചീപ്പിട്ടിട്ട് വലിക്കുമ്പോൾ മുടി പൊട്ടിപ്പോകും. അതിന് നോർമലി ഷൂട്ട്സിന് പോകുന്ന സമയത്ത് പോലും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതുപോലെ ചീപ്പിട്ടിട്ട് ഭയങ്കരമായിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, ഇങ്ങനെ ഇട്ട് വലിക്കേണ്ട, ഞാൻ ഡീടാംഗിൾ ചെയ്ത് തരാം. എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ ഡീടാംഗിൾ ചെയ്ത് അവർ കൈ കൊടുക്കുകയും ചെയ്യും. കുറച്ച് സീരമൊക്കെ ഇടുമ്പോൾ പിന്നെ മുടി ഒന്നുകൂടി ലൂസിന് പോകും, ചെയ്യാൻ ഇത്രയും കൂടി ഹെൽപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രസ്ട്രേഷനിൽ നമ്മളിട്ടിട്ട് ചീപ്പിട്ടിട്ട് വലിക്കും. അങ്ങനെ വലിക്കരുത്. വലിച്ചു കഴിയുമ്പോൾ ഈ മുടി കുറേ നമുക്ക് ഇങ്ങനെ തുണി കുറേ മുടികൾ ഇങ്ങനെ എയറിൽ നമുക്ക് ഇങ്ങനെ കാണാം. അതില്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചീപ്പിട്ട് വലിക്കും. കൂടുതലും കൈ കൊണ്ട് ഡീടാംഗിൾ ചെയ്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഓയിലിംഗ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചത്. എല്ലാവരും രീതികളും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ രീതി ഡിഫറെൻ്റ് ആണ്. എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഇത്തിരി ഓയിൽ എടുക്കുക. താഴോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സപ്പോസ് ഈ നിരകയുണ്ടാവില്ലേ, അതിലിട്ട് ആ ഓയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി അടുത്ത കയ്യിലാണ് ഓയിൽ നന്നായി വാഷ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് അപ്ലൈ ലൈക്ക് ദിസ്.
സൈഡിലുള്ള ഹെയർ കണ്ട മനസ്സിലായില്ലേ വ്യത്യാസമാണ്. നമ്മൾ ഓയിൽ മൊത്തം ചെയ്ത് കംപ്ലീറ്റ്ലി ഡിറ്റായി ഇത് കൈ അകത്തിട്ട് കൈ ഈസിൽ പോകുന്നത്. നോ സർപ്രൈസ് വരും നോക്കാം. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡും ചെയ്യും. ഇനി അടുത്തത് ലാസ്റ്റ് ഫൈനൽ തിങ് ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ടിപ്പ് വേണ്ട. സ്പ്ലിറ്റൻസ് വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഓയിലിംഗ് ഇത് ഇസ് മസ്റ്റ്. ഇല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുടി മുന്നോട്ടേക്ക് ഗ്രോ ആവില്ല. പിന്നെ നിങ്ങൾക്ക് കേറ്റ് മുടി വെട്ടേണ്ടി വരും. സോ ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കണമെങ്കിൽ അതിൽ തൊട്ട് ഓയിൽ ചെയ്യുന്നവരട്ടോ. ഓയിൽ പറ്റാത്തവരൊക്കെ അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഓയിലിംഗ് ചെയ്തിട്ട് ഓയിൽ അലർജി ആണ്. സോ അങ്ങനെയുള്ളവർക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പക്ഷേ ഓയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഓയിൽ ചെയ്യണം, ഇറ്റ്സ് എ മസ്റ്റ്. സോ മുടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും ഈ മസാജ് ചെയ്യാൻ പറ്റുന്ന കൈ കഴിക്കാൻ തുടങ്ങിയിരിക്കും. സോ കൂടുതൽ മസാജിങ്സ് ഒന്നും നടക്കില്ല, അത്യാവശ്യത്തിന് ഓയിലെല്ലാം കയറിയിട്ടുണ്ട് എല്ലാവർക്കും. സോ നൗ ഇറ്റ്സ് ടൈം ടു ബൺ ഇറ്റ് അപ്പ്. വൃത്തിയായിട്ട് that's my oiling series. So that's how I oil my hair. So oil ചെയ്തതിന് ശേഷം I'll show you how much the hair has been shut. അത് നേരെ ചോദിച്ചാൽ ഞാൻ ചീകിയിട്ടില്ല, it's just oiling. So that's how much the hair has gone. So yes, ഇതിപ്പോൾ ഞാൻ എൻ്റെ മുടി തുറന്നിട്ട് കിട്ടുമ്പോൾ ഒക്കെ എനിക്ക് മുടി വരും. That's why I have hair fall. എന്തായാലും ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് 2 years ആയി, സ്റ്റിൽ ഹെയർ ഫോൾ നിന്നിട്ടില്ല. സോ ഇറ്റ്സ് എ കൺസേൺ. സോ ദാറ്റ്സ് റീസൺ കൺസൾട്ട് ചെയ്തിട്ട് ആയുർവേദ ഇസ് ബെസ്റ്റ് ഓബ്വിയസ്ലി. സോ അധികം ഹെയർ കെയർസിൻ്റെ ആവശ്യമില്ല. എനിക്ക് മാസ്കും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ചൂടിൽ തലയിൽ ഒരു സാധനം ഇടാൻ പറ്റുന്നില്ല. ഇനി നേരെ എൻ്റെ തല നേർത്തിരിക്കുക. സോ ഓയിലിംഗ് ആകുമ്പോൾ ഇറ്റ്സ് റുട്ടീൻ നമ്മൾ എന്തായാലും ചെയ്യും. സോ അതാണ് ഓയിലിംഗ് പ്രിഫർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ തന്നെ ഓയിൽ ഇത്രയും ഒരു തവണ തേച്ച് കുളിക്കാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് 200 rupees. എന്തായാലും ആയുർവേദ തന്നെ ഐ തിങ്ക് എന്തായാലും ഈ പറയുന്ന പോലെ സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല. വിജയിച്ചു ഇല്ലെങ്കിൽ അതുപോലെയൊക്കെ തന്നിരിക്കും, അത്ര കേട്ടോ. സോ എന്തായാലും ഞാനിത് 1 month യൂസ് ചെയ്തിട്ട് ഐ വിൽ ബി പോസ്റ്റിംഗ് എ വീഡിയോ വിത്ത് റിവ്യൂ വാട്ട് ഹാപ്പൻഡ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഐ ഹോപ്പ് ഐ ക്യാൻ കൺസിസ്റ്റൻ്റ്ലി യൂസ് ഇറ്റ് ഫോർ 1 month. അതുകൊണ്ട് ലെറ്റ്സ് സീ. അപ്പോൾ സി യു. അപ്പോൾ അടുത്ത വീഡിയോ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സി യു ഓൾ ഫ്രം മെസ്സി മോം. ബൈ.